ഹലോ വെൽക്കം ടു ഡയനാസ് വ്ലോഗ്. അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് കേക്കിൻ്റെ വീഡിയോ ആയാലോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ഡെമ്മിയാണ് വേണ്ടത്. താഴെ സ്ക്വയർ ഡെമ്മിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ റൗണ്ട് ഡെമ്മിയാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അത് കേക്ക് ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫെവിഗോൾ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു 5 kg 3 kg ഒക്കെ വരുന്ന ഒരു പൊടിയുടെ എന്തെങ്കിലുമൊക്കെ പൊടിയുടെ ഒക്കെ ഡപ്പ മുകളിൽ കൊടുന്ന് വെക്കാം. അപ്പോൾ അതെന്തായി ഉണങ്ങുന്ന സമയത്ത് സെറ്റായിട്ട് ബോർഡിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വരുന്നത് 10 ഇഞ്ചിൻ്റെ ഒരു ഡെമ്മിയാണ് കേട്ടോ. അത് റൗണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തു പോകുന്നതാണ്. അപ്പോൾ അത് ഗ്ലിറ്റർ ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് വരുന്നത് ഒരു 1 kg കേക്കാണ് വരുന്നത്. ഇത് ഞാൻ 1/2 kg ബേക്ക് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് അതും ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിനെ കണക്കാക്കിയിട്ട് നമ്മളിതുപോലെ സെൻറ്ററിൽ ഹോളിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് ഒരു 4 kg 4 സൈസിലുള്ള ഡെമ്മിയാണ് കേട്ടോ. അപ്പോൾ ആ ഡെമ്മിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ക്രീമൊക്കെ തേക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. അതവിടെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്ത കേക്ക് ഉണ്ടല്ലോ 1/2 kg, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗോൾഡ് ഗ്ലിറ്റർ വീണ്ടും കൊടുത്തു. പിന്നെ താഴെ ഇങ്ങനെ പോയതൊക്കെ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാറാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ഫുൾ നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഈ ഒരു കേക്കൊക്കെ ഞാൻ തലേന്നെല്ലാം ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന പരിപാടി ഈവനിങ്ങിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈവനിങ്ങിന് എനിക്ക് കേക്ക് കൊണ്ടുപോയപ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴാണ് കേക്ക് ടൈം എന്ന് ചോദിക്കുക, എന്നിട്ട് ആ സമയത്ത് കൊണ്ടുകൊടുത്താൽ മതി. കാരണം ഈവനിങ്ങിൻ്റെ പ്രോഗ്രാമൊക്കെ അധികം എനിക്ക് തോന്നുന്നു രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യാറ് എന്ന്. ആ സമയത്ത് അവരോട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച സ്ക്വയർ ഡെമ്മി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലും ഞാനിതുപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തത്. എനിക്ക് തോന്നുന്നു വലിയ വെഡ്ഡിങ് കേക്കിലൊക്കെ ഈ ഒരു ക്രീം എപ്പോഴും ഈ പൈപ്പിംഗ് ബാഗിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രോസ്റ്റ് ചെയ്ത് കഴിയുകയും ചെയ്യും. പിന്നെ ഒരേ ലെവലിലാവുകയും ചെയ്യും എല്ലാ ഭാഗത്തും ക്രീം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി വെഡ്ഡിങ് കേക്കിൽ കേട്ടോ. ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ ഇതിൽ മെനക്കെടാൻ ഭയങ്കര മടിയായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രോസ്റ്റ് ചെയ്ത് ഞാൻ 4 ഭാഗത്തും സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. തെർമോക്കോൾ ആണെങ്കിൽ നമ്മൾ സ്റ്റിക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. വൈകിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് കേക്കൊക്കെ ഞാൻ എവിടെയാണ് വൃത്തിയുള്ള ഭാഗം ഒന്നും കൂടെ നോക്കുകയാണ്. അത് കൊടുന്ന് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് 10 ഇഞ്ചിൻ്റെ കേക്ക് നമ്മൾ ഗ്ലിറ്ററിൽ ചെയ്ത് ഡിസൈൻ ചെയ്ത് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് മുകളിൽ വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചെയറിലൊക്കെ കയറിയിട്ട് അതെന്തായാലും കറക്റ്റാക്കി വെച്ചു. പിന്നെയും ഒരു വുഡൻ സ്റ്റിക്ക് ഒരു 3-4 ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ വരുന്നത് അക്രിലിക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഞാൻ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് പഞ്ഞിയും അതുപോലെ തന്നെ 2 ലൈറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിലാണ് ഞാൻ ഈ ഒരു കേക്ക് 1/2 kg വെക്കുന്നത്. കാരണം അങ്ങനെ വെച്ച് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കുമല്ലോ അവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലത്തെ കേക്ക് ഞാൻ താഴെ കാക്കൻ്റെ വീട്ടിലാണ് കൊണ്ടുവച്ചത്. കാരണം എല്ലാതും ഇവിടെ ഫ്രിഡ്ജിൽ കൊള്ളില്ല. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ഞാനിത് ഇത്രയും സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. മുകളിലത്തെ കേക്ക് മാത്രം വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ലൈറ്റൊന്നും ഓണാക്കിയില്ല. ആ സമയത്തൊക്കെ ഓണാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി കേക്കൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് അവർ റൂം തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ആരും ഇല്ല. ഇതായിരുന്നു കേട്ടോ കേക്ക് നമ്മളവിടെ കൊണ്ടുവച്ചു. അവരെ വീട് അടുത്തായതുകൊണ്ട് തന്നെ അവർ ഡ്രസ്സിങ്ങൊക്കെ വീട്ടിലായതുകൊണ്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി.
പിന്നെ ലൈറ്റൊക്കെ കത്തിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. രാത്രിയാണ് മുറിക്കാതെ ഞാൻ പറഞ്ഞത്. നമ്മൾ വൈകിട്ടുള്ള പരിപാടിക്ക് രാത്രിയാണോ കസ്റ്റമറോട് കേക്ക് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തേക്ക് പോയാൽ മതി. നമ്മൾ ടൈം അവിടെ വേസ്റ്റ് ആകുകയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവർ വരാൻ നേരത്ത് ഈ കേക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തു. സൈഡിലായിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് നൈനുവിനെ ഭയങ്കര പേടിയായിട്ട് ഒരു തട്ടിൽ എവിടെയോ ഒന്ന് ചെറിയത് തട്ടിയിട്ടുണ്ട് അടിയിൽ. അപ്പം എന്തായാലും കാണുന്നില്ല, ഞാനത് ബാക്കിലേക്ക് മറിച്ചിട്ടാണ്. പിന്നെ ഫ്ലവർ കുറച്ച് കൊടുത്തിട്ട് താഴെ ഗോൾഡ് ഫോയിൽ കൊടുക്കാൻ പോവാണ്. പിന്നെ ഈ മറ്റേ കേക്കിൻ്റെ മുകളിലും ഫ്ലവേഴ്സും പിന്നെ ഗോൾഡ് ഫോയിലും കസ്റ്റമൈസ്ഡ് ചെയ്ത് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയാണ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ കേക്ക്. അപ്പോൾ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സമാധാനം, എന്താ പറയുക, സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ മണവാട്ടി മണവാളനൊക്കെ സ്റ്റേജിലേക്ക് വരുന്ന ടൈമാണ്. നമ്മളെ കേക്ക് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ്, എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോന്നു. എന്തായാലും വളരെ സന്തോഷം. പിന്നെ പിറ്റേ ദിവസം നമുക്കൊരു കേക്ക് വേറെ ഉണ്ടായിരുന്നു, ഒരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വിടുന്നുണ്ട്. അപ്പോൾ വൈറ്റിൽ ഫ്രോസ്റ്റ് ചെയ്തു. ഇതിൽ ഞാൻ റെഡും റൂബി കളറും ആഡ് ചെയ്തിട്ട് ഈ കളർ എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ഒരു പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മോഡൽ ബോൾസ് പോലെ ആക്കിയെടുത്തിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. പിന്നെ സൈഡിലായിട്ട് ഗോൾഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ ലുക്കാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 ഫ്ലവേഴ്സും വെച്ചുകൊടുത്തു. ബാക്കിയുള്ള ഡെക്കറേഷൻസും ചെയ്ത് കൊടുത്തു. കുറച്ച് ഷുഗർ പോൾസും വെച്ചു കൊടുത്തു. സെൻറ്ററിലായിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡെലിവറി ചെയ്തു. അപ്പോൾ ഈ വളരെ സിമ്പിളല്ലേ ഈ ഒരു കേക്ക്? എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.